ഇളങ്ങൻ അതെ രൂപമാറ്റം ഭേദമാറ്റം സംഭവിച്ച മനുഷ്യനായി. എന്നാൽ അത് ശാസ്ത്രം പുരോഗമിക്കാതിരുന്ന ഒരു കാലത്തിലാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ശാസ്ത്രം പുരോഗമിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു ഏകകോശ ജീവിയിൽ നിന്നും ബഹുകോശ ജീവി ഉണ്ടാകും. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഈ ഏകകോശ ജീവി എവിടെ നിന്നുണ്ടായി? അതിന്റെ പിന്നിൽ സർവശക്തനായ ദൈവത്തിന്റെ കരമല്ലാതെ ഒന്നുമല്ല. ഈ ഭൂമിയിൽ സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ ദൈവം സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം തന്നെ ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ആരാധിക്കുക. നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായി 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നു. അതിനുശേഷം അത് ഭൂമിയിലേക്ക് ജന്മമെടുക്കുന്നു. ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മയുടെ പൊക്കിൾക്കൊടി വഴി ഈ കുഞ്ഞിന് വളരുവാനുള്ള ഒരു ചെറിയ ആദ്യത്തെ അതിന്റെ ഉൽപ്പത്തി തുടങ്ങി. അതിന് ശരീരത്തിലെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ അവയവങ്ങളും ഉണ്ടായി ഒരു പൂർണ്ണ മനുഷ്യനായി അത് പുറത്തു വരുന്നത് വരെ അമ്മയിൽ നിന്ന് കിട്ടുന്ന പൊക്കിൾക്കൊടിയിലൂടെ കിട്ടുന്ന പോഷകാംശങ്ങൾ കൊണ്ടാണ് ഈ കുഞ്ഞ് വളരുന്നത്. എന്നാൽ ഈ കുഞ്ഞിനറിയില്ല അമ്മയുടെ ഉദരത്തെക്കാൾ വലിയൊരു ഭൂമി എന്ന് പറയുന്ന ഒരു ഗോളത്തിലേക്കാണ് താൻ വരുന്നത്. അമ്മയുടെ ഉദരം എന്ന് പറയുന്ന ആ ചെറിയ സംവിധാനത്തിൽ നിന്നും ഇത്ര മഹത്വപൂർണമായ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടാലും തീരാത്ത ഇത്ര വലിയ ഭൂമിയിലേക്കാണ് ഈ കുഞ്ഞ് ജനിക്കുന്നതെന്ന് ഈ കുഞ്ഞിന് ഒരിക്കലും അറിയില്ല. അതുപോലെ തന്നെയാണ് കേവലം മനുഷ്യരായ നമ്മൾ നോക്കുമ്പോൾ ഈ കാണുന്ന നദികളും പുഴകളും തോടുകളും ആറുകളും ഈ തെങ്ങും തോട്ടവും ഇതെല്ലാം നമ്മുടെ കണ്ണുകൾക്ക് വലുത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇതിനപ്പുറമായി ഒരു ദൈവരാജ്യമുണ്ട്, ഒരു സ്വർഗരാജ്യമുണ്ട്, ഒരു നിത്യതയുണ്ട്. അമ്മയുടെ ഉദരത്തിൽ 9 മാസം 9 നാഴിക 9 വിനാഴിക ജീവിക്കുന്ന പിഞ്ചോമന കുഞ്ഞിന് അറിയില്ല തന്നെ സ്നേഹിക്കുവാൻ ഒരു പിതാവുണ്ടെന്നും തന്നെ ഓമനിക്കുവാൻ ഒരു അമ്മയുണ്ടെന്നും തനിക്കനേകം കളിക്കൂട്ടുകാരുള്ള ഒരു ലോകത്തേക്കാണ് പോകുന്നതെന്നും അറിയില്ല. അതുപോലെയാണ് നാം ഈ ലോകത്ത് 70 80 അല്ലെങ്കിൽ ദൈവം അനുവദിക്കുന്ന നാൾ വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് നാം പോകേണ്ട യഥാർത്ഥ ഇടമെന്ന് പറഞ്ഞാൽ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം. ഈ കാലത്ത് നാം ജീവിക്കുമ്പോൾ നമുക്കിവിടെ ദുഃഖമുണ്ട്, രോഗമുണ്ട്, കഷ്ടപ്പാടുണ്ട്, കണ്ണുനീരുണ്ട്, ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും മാനാപമാനങ്ങളും എല്ലാം ഇവിടെയുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാത്തൊരു രാജ്യത്തേക്കാണ് നമ്മൾ പോകുവാനായി പോകുന്നത്. നമുക്കറിയാം, ഒരു ഭവനത്തിൽ ഒരു മാതാവുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാവരും ഉണരുന്നതിനേക്കാൾ ഏറ്റവും ആദ്യം ഉണരുന്ന ആ വീട്ടിലെ അമ്മയാണ്. ഞാൻ 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഞാനാണ് ആ വീട്ടിൽ ഏറ്റവും ആദ്യം ഉണരുന്നത്. അപ്പോൾ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം എന്റെ അധ്വാനങ്ങൾ തുടങ്ങും. 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് ഇങ്ങനെ പല പണികൾ ചെയ്ത് രാത്രി 10 മണി 10:30 11 മണി ആയാലും ഒരു പക്ഷെ ഒരു വീട്ടിലെ അമ്മയുടെ പണി ചെയ്യുമോ? ഇല്ല. അവസാനം തന്റെ കുഞ്ഞ് കഴിച്ച പാത്രം കൂടെ കഴുകി വെച്ചിട്ടായിരിക്കും ആ അമ്മ ഉറങ്ങാൻ പോകുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, നമുക്ക് എന്താണ് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്നത്? എന്താണ് ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്നത്? ഒരു പിതാവാകട്ടെ പ്രഭാതത്തിൽ തന്റെ ഭാര്യ കെട്ടിക്കൊടുക്കുന്ന പൊതിച്ചോറുമായി തൻ ജോലിക്ക് പോകുന്നു. ഏത് ജോലിയാണെങ്കിലും തന്റെ കഠിനാധ്വാനം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, പിന്നെയും കഷ്ടപ്പെടുന്നു. ഇങ്ങനെ അധ്വാനം 70 80 വർഷം താൻ അധ്വാനിച്ച് മക്കളെ വളർത്തുന്നു. കൊള്ളാം, നല്ല കാര്യം. ദൈവം തന്ന കുഞ്ഞുങ്ങളെയും ദൈവം തന്ന ഭാര്യയെയും സുരക്ഷിതമായി സംരക്ഷിച്ച് അവർക്ക് വേണ്ടി അധ്വാനം ചെയ്ത് ജീവിക്കുന്ന നമുക്കൊരു അഭിമാനമുണ്ട്. എന്നതിലുപരിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ സർവശക്തനായ ദൈവം ഒരു ആത്മാവിനെ വെച്ചിട്ടുണ്ട്. മൃഗങ്ങൾക്ക് ആത്മാവില്ല, പക്ഷികൾക്ക് ആത്മാവില്ല. അതുകൊണ്ടാണ് നാം പറയുന്നത് ചത്തുപോയി എന്ന് പറയുന്നു. നോക്കിക്കേ, മനുഷ്യനാണെങ്കിൽ നാം സംസ്കാര സമ്പന്നരാകിയാൽ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. മനനം ചെയ്യുവാൻ കഴിവുള്ള, ചിന്തിക്കുവാൻ കഴിവുള്ള മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ പിന്നീട് അവരൊന്നും ചെയ്യാൻ കാണുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, കാണാൻ കഴിയത്തില്ല, കേൾക്കാൻ കഴിയത്തില്ല, സംസാരിക്കാൻ കഴിയില്ല. കണ്ടിട്ടില്ലേ, മരണ വീടുകളിലൊക്കെ പോയി അനേകർ അനുശോചനം പറയുകയും എന്ത് നല്ല വർത്തമാനം പറഞ്ഞാലും ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി അവിടെ ചലനമറ്റവനായി കിടക്കും. എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം നമ്മുടെ ഉള്ളിൽ തന്ന ശ്വാസം ദൈവം വിളിക്കുമ്പോൾ തിരിച്ചു പോകുന്നു.
അതിനുശേഷം ആ മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴാണ് മനുഷ്യർക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നത്? ജീവനുള്ളപ്പോൾ. സർവശക്തനായ ദൈവം നമ്മുടെ ഉള്ളിൽ തന്ന ശ്വാസം എന്നിലുള്ളപ്പോൾ മാത്രമാണ് എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. ഈ ശ്വാസം എന്നിൽ നിന്ന് പോയാൽ എന്നെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. എത്ര മണിക്കൂർ എന്നെ വീട്ടിൽ ഞാൻ വേദനയോടെ പ്രസവിച്ച എൻ്റെ മക്കൾ, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ എത്ര ദിവസം എൻ്റെ വീട്ടിൽ വെച്ച് കാണും? എൻ്റെ ദുഃഖങ്ങളിൽ എന്നെ ആശ്വസിപ്പിക്കുന്ന എൻ്റെ ഭർത്താവ് എത്ര ദിവസം എൻ്റെ ഡെഡ് ബോഡി എൻ്റെ വീട്ടിൽ വെച്ച് കാണും? ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടായതുകൊണ്ട് പൈസ ഉള്ളതിനനുസരിച്ച് മൊബൈൽ മോർച്ചറി വീട്ടിൽ കൊണ്ടുവച്ച് സ്വന്തം അമ്മയുടെയോ അപ്പന്റെയോ മൃതദേഹം ബന്ധുക്കൾക്ക് എത്ര ദിവസം വേണമെങ്കിലും കാണാം. എന്നാലും അതിനൊരു പരിമിതിയില്ലേ? ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളെ കൊണ്ടുവന്ന് എവിടെ വെക്കും? മണ്ണോട് മണ്ണ് വെക്കും. ഇല്ല, ഈ മോർച്ചറി വെക്കുന്നില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുങ്ങളും ഒരു 24 മണിക്കൂറോ 30 മണിക്കൂറോ കഴിയുമ്പോൾ ഇന്നലെ വരെ എന്നെ ഓമനിച്ച, എന്നെ സ്നേഹിച്ച എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ അവരുടെ മൂക്ക് പൊട്ടുവാനിടയായി തീരും. എന്തുകൊണ്ടാണ്? എന്നിൽ നിന്ന് ശ്വാസം പോയി. സർവശക്തനായ ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ജീവൻ പോയി. അതായത് സത്ത് പോയി. ഇനി എൻ്റെ ഇവിടെ കിടക്കുന്ന എൻ്റെ എന്താ പറയുന്ന അവശിഷ്ടം മാത്രം. ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇതുകൊണ്ട് കുഴിച്ചിടുന്നു. നാട്ടുകാർ വരുന്നു, കൂട്ടുകാർ വരുന്നു, അനുശോചനം പറയുന്നു, നല്ല കാര്യം പറയുന്നു, റീത്ത് വയ്ക്കുന്നു. ഇതുകൊണ്ടൊക്കെ എന്താ ശരിക്കും പ്രയോജനമുള്ളത്? ജീവനോടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം സന്തോഷത്തോടെ കൊടുക്കുക. ദൈവം ഒരു നന്മ തന്നിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ജോഡി ഡ്രസ്സ് സന്തോഷത്തോടെ മേടിച്ചുകൊണ്ട് കൊടുക്കുക. ദൈവം തന്ന മാതാപിതാക്കളെ നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ സ്നേഹിക്കുക. ദൈവം തന്ന കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉത്തരവാദിത്തോടുകൂടി വളർത്തുക. അഭിമാനത്തോടുകൂടെ ജീവിക്കുക. അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും വന്ന് അനുശോചനം പറഞ്ഞത് കൊണ്ടോ നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്താ ഗുണം? ഇവർക്കൊക്കെ എവിടെ വരെ വരാൻ പറ്റും? എന്നെ കുഴിച്ചിടുവാനുള്ള എൻ്റെ ശവക്കല്ലറ വരെ എൻ്റെ മക്കൾ വരും, എൻ്റെ ഭർത്താവ് വരും. അത് കഴിഞ്ഞാൽ അവസാനം അവർ ഒരു നോക്ക് കാണും, എൻ്റെ ഡെഡ് ബോഡി അവിടെ അടക്കും. പിന്നെ കുറച്ചു നാളൊക്കെ ഓർക്കും, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒരു കഷ്ടപ്പാട് വരുമ്പോൾ ഓർക്കും, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അല്ലെ അമ്മയുടെ സ്നേഹം, അമ്മയുടെ താലോലം ഒക്കെ ഓർക്കും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതുകൊണ്ട് നമ്മൾ മനുഷ്യരായി ഭൂമി ജീവിക്കുന്ന നമുക്ക് എന്ത് ഗുണമാണുള്ളത്? എന്ത് പ്രയോജനമാണുള്ളത്? പ്രിയമുള്ളവരെ, എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത്. മനുഷ്യനാകുന്ന നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സർവശക്തനായ ദൈവം ഒരു ആത്മാവ് തന്നിട്ടുണ്ട്. ഈ ആത്മാവിനെ നാം നഷ്ടപ്പെടുത്താതെ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ട് കാഴ്ചവെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏക ലക്ഷ്യം. നാം ഈ കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും എല്ലാം ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കറിയാം നമ്മൾ എന്താണ് ഈ ലോകത്ത് നമുക്ക് നേടാൻ പറ്റുന്നത്. നമ്മൾ നേടി എന്തെങ്കിലും തോന്നിയാൽ നമുക്ക് അതെങ്കിലും നിലനിൽക്കുമോ? നാം എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന വീട് നാം മരിച്ചു കഴിയുമ്പോൾ നമ്മൾ വിട്ടിട്ട് പോവുകയല്ലേ? പിന്നെ നമ്മുടെ മക്കൾ അത് താമസിക്കുന്നു. പിന്നെ കൊച്ചുമക്കൾ അതൊന്നുകൂടെ പുതുക്കി അതേ പണിത് താമസിക്കുന്നു. അവരുടെ കാലം കഴിയുമ്പം അടുത്ത ജനറേഷൻ വരെ അവർ ഇടിച്ചു പൊളിച്ചിട്ട് പുതിയ രീതിയിലുള്ള വീട് വെക്കുന്നു. നമ്മുടെ എല്ലാം കഷ്ടപ്പാടിന്റെ എന്താണ് പരിണത ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത്? നമ്മുടെ ആത്മാവിനെ നിത്യതയെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. നമുക്കറിയാം, സ്വസ്ഥമായും സമാധാനമായും ഒരു ജീവിതം നയിക്കാൻ കഴിയണമെങ്കിൽ ശരിക്കും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ആ സർവശക്തനായ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. നമ്മൾ സമാധാനത്തിന് വേണ്ടി പലയിടങ്ങളിൽ ഓടി നടന്നിട്ട് കാര്യമില്ല. സ്വസ്ഥതയ്ക്ക് വേണ്ടി ഓടി നടന്നിട്ട് കാര്യമില്ല. ഞങ്ങളിങ്ങനെ സുവിശേഷ പ്രവർത്തനമായി പോകുമ്പോൾ അനേക ഭവനങ്ങളിൽ പ്രാർത്ഥന കൊടുക്കാനും ലഘുലേഖ കൊടുക്കാനും പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന സമയത്ത് അനേക സഹോദരിമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ആന്റി, എൻ്റെ അച്ചായൻ മദ്യപിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു മനുഷ്യൻ എൻ്റെ ദേശത്തില്ല. പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സുബോധം നഷ്ടപ്പെട്ടു പോകുന്നു. താൻ എന്താണ് ചെയ്യുന്നത് തനിക്ക് അറിയത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ ചോദിച്ചോട്ടെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ മദ്യശാലയെ കൊണ്ട് കൊടുത്ത് നാം മദ്യം വാങ്ങി കുടിക്കുന്നു. അതിന്റെ ലഹരി പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. പിന്നെ താൻ ചെയ്യുന്നത് എന്തെന്ന് അറിയത്തില്ല അദ്ദേഹത്തിന്. ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു സഹോദരി എന്നെ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുവാനിടയായി തീർന്നു. അവരുടെ ഭർത്താവ് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. മിലിറ്ററിയിൽ നിന്ന് അദ്ദേഹം മദ്യമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ, അത് അവരുടെ ആവശ്യത്തിന് മാത്രം. എന്നാൽ ഇദ്ദേഹം കൂട്ടുകാരുടെയും കൂടെ എല്ലാം വാങ്ങി കുടിച്ച് അവസാനം വലിയ പ്രശ്നങ്ങളായി. അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. അതിനുശേഷം അവർ ബാംഗ്ലൂരിൽ വന്ന് താമസിക്കുവാൻ തുടങ്ങി. അവിടെയും തന്റെ മദ്യപാന ശീലം തുടർന്നു.
താൻ മദ്യപിച്ചിട്ട് കൂട്ടുകാർ തന്നെ തല്ലി ഉപദ്രവിച്ച് ഒരു നായയെ തല്ലുന്ന പോലെ തന്നെ തല്ലും. അതിനുശേഷം ബോധം കെട്ട് എവിടെയെങ്കിലും റോഡിലോ വഴിയിലോ കിടക്കും. ആരെങ്കിലും വന്ന് പറയുമ്പോൾ ഈ യൗവനക്കാരിയായ തന്റെ 20 വയസ്സുള്ള മകളും തന്റെ ഭാര്യയും കൂടെ അദ്ദേഹത്തെ എടുത്ത് പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്റെ കുഞ്ഞ് സ്കൂളിൽ പോകാൻ നേരം പപ്പ എനിക്ക് വണ്ടിക്കൂലി തരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു പോക്കറ്റില് 500 രൂപയുടെ കൊണ്ട് മോൻ എടുത്തോണ്ട് പോക്കോളാൻ പറഞ്ഞു. പോക്കറ്റിൽ ചെന്ന് നോക്കിയപ്പോ 100 രൂപയാണ്. പപ്പ 500 രൂപയല്ല 100 രൂപയാണ്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ രാത്രി താൻ മദ്യപിച്ചിട്ട് ഓട്ടോ വിളിച്ച് വന്നപ്പോൾ 100 രൂപയാണെന്ന് ഓർത്ത് 500 നോട്ട് എടുത്തു കൊടുത്തു. കാരണം തനിക്ക് സുബോധമില്ലായിരുന്നു. താൻ മറ്റുള്ളവരെ അടികൊണ്ട് അവശനായി ബോധരഹിതനായി തന്റെ പൈസയും നഷ്ടപ്പെട്ടു. താൻ സുബോധമില്ലാത്തവരായിട്ടാണ് വീട്ടിൽ കയറി വന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ പറയുന്നു മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വിശുദ്ധമായ നിർമ്മലമായ അതെ പവിത്രതയും പരിപാലനതയുമുള്ള സ്വർഗരാജ്യത്ത് കടന്നു പോകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന നമ്മുടെ മന്ദിരമാകുന്ന ശരീരം നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കണം. ഇതിനെ പുകവലിച്ചും മദ്യപിച്ചും മറ്റ് അനാവശ്യ സാധനങ്ങൾ ഉപയോഗിച്ചും നശിപ്പിക്കുവാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. വേറെ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ കുടിക്കാൻ ദൈവം തന്നിരിക്കുന്നു. വേറെ എത്രയോ നല്ല നല്ല ഭക്ഷണങ്ങൾ സർവശക്തനായ ദൈവം നമുക്ക് കഴിക്കുവാനായി തന്നിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം നാം വേണ്ടെന്ന് വെച്ചിട്ട് മദ്യത്തിന്റെയും മറ്റും അടിമയായി നാം നമ്മുടെ ജീവിതം തീർക്കരുത്. വിശുദ്ധ ബൈബിൾ പറയുന്നു ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് നഗ്നത, ആർക്ക് മുറവിളി, ആർക്ക് ആവലാതി, ആർക്ക് വേവനാതി, പ്രഭാതം മുതൽ പ്രദോഷം വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അത് മദ്യശാലകളിൽ കൊടുത്ത് മദ്യം കുടിക്കുന്നവർക്ക് തന്നെയെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ബൈബിൾ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നു ഒടുവിൽ അത് സർപ്പം പോലെ നമ്മെ കൊത്തും. വീഞ്ഞു കുടിച്ച് നാം ലഹരി വെച്ച് കഴിയുമ്പോൾ സുബോധം നഷ്ടപ്പെട്ട് നമ്മുടെ കണ്ണുകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നോക്കും, നമ്മുടെ ബുദ്ധി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കും, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമുക്കറിയാം കൊല്ലം ജില്ലയിൽ ഒരു പിതാവ് വൈകിട്ട് തന്റെ 3 വയസ്സുള്ള കുഞ്ഞുമായി മദ്യം വാങ്ങുവാനായി കടന്നുപോയി. കുഞ്ഞിനെ ഓട്ടോയിൽ ഇരുത്തിയിട്ട് താൻ മദ്യം വാങ്ങി മടങ്ങി വന്നപ്പോൾ എത്രയും വേഗം ഈ മദ്യം അവിടെ അകത്താക്കുവാനുള്ള ആവേശത്തിൽ വേറൊരു ഓട്ടോറിക്ഷ വിളിച്ച് അദ്ദേഹം വീട്ടിൽ പോയി. വീട്ടിൽ ഞാൻ ഭാര്യ ചോദിച്ചു നമ്മുടെ മോനെന്തി? അപ്പോഴാണ് അവർ സുബോധം വന്നത്. അയ്യോ ഞാൻ 3 വയസ്സുള്ള മോനെയും കൊണ്ടാണല്ലോ മദ്യം വാങ്ങാൻ പോയത്. അദ്ദേഹം വേറൊരു ഓട്ടോ വിളിച്ച് അവിടെ വന്നപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അപ്പനെ കാണാതെ അച്ഛനെ കാണാതെ മുറവിളിച്ച് അത് നിലവിളിക്കുന്ന പിഞ്ചോമന കുഞ്ഞിനെയാണ് കണ്ടത്. ആ ഓട്ടോക്കാരന് ഈ മദ്യപാനെ ശരിക്കും ശകാരിക്കാനിടയായിട്ട് നോക്കൂ. സുബോധം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടുന്നത്. കൊല്ലം ജില്ലയിൽ തന്നെ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പിതാവ് തനിക്ക് പ്രഭാതത്തിൽ മദ്യപിച്ചില്ലെങ്കിൽ തന്റെ കൈകാലുകൾ വിറയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തലേ ദിവസം താൻ മദ്യം വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു. പ്രഭാതത്തിൽ അല്പം കുടിച്ചിട്ട് താൻ അടുത്തുള്ള കടയിൽ പോയി. താൻ പോയ സമയം നോക്കി, അമ്മയും ജോലിക്ക് പോയ സമയം നോക്കി. 11 വയസ്സുള്ള കുഞ്ഞ് അച്ഛൻ കുടിച്ചതിന്റെ ബാക്കി മദ്യം എടുത്ത് വെറുതെ രുചിച്ചു നോക്കി. തിരിച്ചു വന്ന സമയത്ത് ആ പിഞ്ചോമന കുഞ്ഞ് ബോധം കെട്ട് കിടക്കുന്നതായിട്ടാണ് കാണുവാനിടയായി തീർന്നത്. നോക്കൂ, ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വിശുദ്ധ ബൈബിൾ പറയുന്നു മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകിയാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. നോക്കൂ, മനുഷ്യനെ പോലെ ബുദ്ധിയുള്ളത് ഈ ലോകത്ത് ആരുണ്ട്? എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് മനുഷ്യനിൽ കൂടെ നടക്കുന്നത്? എന്തെല്ലാം ശാസ്ത്രീയമായ പുരോഗമനങ്ങളാണ് സർവശക്തനായ ദൈവം മനുഷ്യനിൽ കൂടെ ചെയ്യുന്നത്? എന്നിട്ടും മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി വിവേകശൂന്യനായി തീരുന്നത് എത്രയോ ചിന്താതീതമായ കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നിങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, മദ്യപിക്കുന്നത് ഒരിക്കലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പരിഹാരം തരികയില്ല. നിങ്ങളുടെ ആന്തരികമായ അവയവങ്ങളെ അത് രോഗത്തിലാക്കും. നിങ്ങളുടെ കിഡ്നി, നിങ്ങളുടെ ലിവർ, നിങ്ങളുടെ ലങ്സ്, നിങ്ങളുടെ ആന്തരികമായ സകല അവയവങ്ങളും അത് രോഗത്തിലാക്കും. നിങ്ങളുടെ സാമ്പത്തികം നഷ്ടമാകും. നിങ്ങളുടെ ഭാര്യ കുടിയേണ്ട ഭാര്യയെന്നും നിങ്ങളുടെ മക്കൾ കുടിയേണ്ട മക്കളെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു മിടുക്കരായി നല്ല ജോലി വാങ്ങേണ്ട, അങ്ങനെ നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട സാമ്പത്തികമായ നന്മ ഇങ്ങനെ നഷ്ടമാകുകയല്ലേ? ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് ഗുണമുണ്ടാകുന്നത്? പ്രിയമുള്ളവരെ, ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇതിന് അടിമകളായിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ വിടുവിക്കുവാൻ കഴിവുള്ള കർത്താവ് യേശു ക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ചരിത്രത്തെ AD യും BC യും തിരിച്ചുകൊണ്ട് മാനവജാതിയുടെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗത്തിലെ സകല മഹിമകൾ ഉപേക്ഷിച്ചിട്ട് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഭൂമിയിലുള്ള സകല മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ടാണ്.
വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-16 വാക്യത്തിൽ വായിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുക്രിസ്തു ഒരിക്കലും ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, അവൻ മുഴു ലോകത്തിന്റെയും ദൈവമാണ്. അവൻ ജനതയുടെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനിരിക്കുന്നത് കൊണ്ട് നീ അവൻ യേശു എന്ന പേരിടണമെന്നാണ് സ്വർഗത്തിൽ നിന്ന് അരുളപ്പാടുണ്ടായത്. അപ്പം യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. ആ രക്ഷകന് നിങ്ങളെ സകല പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയും. അതായത് ഈ പാപത്തിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക ശക്തിയാണ്. മദ്യപാനികളായ സഹോദരന്മാരെ കണ്ട് ഞങ്ങൾ നേരിട്ട് സംസാരിക്കുമ്പോഴൊക്കെ പറയും, ഞങ്ങൾക്ക് മദ്യപിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷേ എന്തോ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞങ്ങളുടെ കാലുകൾ ഇങ്ങനെ ഞങ്ങളെ മദ്യശാലയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നു, ഞങ്ങൾ വേറൊരു ലോകത്തായിത്തീരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ ദുശ്ശീലങ്ങളും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സ്വയമായി ഇതിൽ നിന്ന് പിന്മാറുവാനോ സ്വയമായി ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനോ കഴിയുകയില്ല. എന്നാൽ നിങ്ങളെ ഇതിൽ നിന്ന് വിടുവിക്കുവാൻ യേശു കർത്താവിന് കഴിയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ക്രൈസ്തവ ലോകം മുഴുവൻ ഈ ആഴ്ചയിൽ ഈസ്റ്ററിന് വേണ്ടി, അതായത് പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഉയർപ്പ് സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുകയും ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുകയും ചെയ്യുകയാണല്ലോ. അപ്പോൾ യേശു കർത്താവ് മരണത്തെയും പിശാചിനെയും പാതാളത്തെയും ജയിച്ച് ഇന്നും സ്വർഗത്ത് ജീവിക്കുന്നത് കൊണ്ട് യേശു ക്രിസ്തു സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ പോലും യേശു കർത്താവിന് അറിയാം. നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് മറ്റൊരാളോട് പറയുവാൻ കഴിയാതെ വണ്ണം നെരിപ്പോട് പോലെ നീറിപ്പോകുന്ന ഏത് വിഷയമാണെങ്കിലും അത് നിങ്ങൾ യേശു കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് നിങ്ങൾക്ക് പരിഹാരം വരുത്തും. ഞാൻ പറഞ്ഞുവല്ലോ, കർത്താവ് സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. യേശുവിന്റെ മറ്റൊരു പേരാണ് ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. ആ യേശു കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നമാണെങ്കിലും അതിന് പരിഹാരം തരാൻ യേശുക്രിസ്തുവിന് കഴിയും. കാരണം യേശുക്രിസ്തു മരണത്തെ ജയിച്ച ദൈവമാണ്. മറ്റനേക ദൈവങ്ങളുടെ ഒരു ദൈവമല്ല, ഏക സത്യം നിത്യ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. എന്നാൽ ചോദിക്കും, യേശുക്രിസ്തു ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നു? മാനവജാതിയുടെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ഒരു വ്യക്തി മരിക്കണമെന്ന് പിതാവായ ദൈവം നിർണയിച്ചിരുന്നു. അതിൻ പ്രകാരമാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നത്. അത് എന്നോടും നിങ്ങളോടുമുള്ള സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹമൂലമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെ സ്നേഹിക്കുന്ന ആ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിടം കൊടുക്കുമോ? നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രയാസമാണ്? ചിലർ പറയും, ഞങ്ങളുടെ ഭവനത്തിൽ ഭയങ്കര ശാപമാണ്, ഒന്ന് മാറി ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല, വിട്ടുമാറാത്ത രോഗങ്ങൾ, വിട്ടുമാറാത്ത അസ്വസ്ഥതകൾ, ഭവനത്തിൽ അസമാധാനം, നേരം വെളുത്ത് വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടുവരുന്ന നന്മ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് പെരുമാറി പ്രയോജനീഭവിക്കുവാൻ കഴിയുന്നില്ല. ഓട്ടസഞ്ചി ഇടുന്നത് പോലെ ഇതെല്ലാം നഷ്ടമായി പോകുന്നു. പല രോഗങ്ങൾക്കും ചികിത്സിച്ചിട്ടും സൗഖ്യമാകുന്നില്ല. മനുഷ്യൻ എത്ര പ്രൗഢ ഗംഭീരമായി ജീവിച്ചാലും, എത്ര വലിയ ഭവനങ്ങളിൽ പാർത്താലും, എത്ര മനോഹരമായ വസ്ത്രം ധരിച്ച് അണിഞ്ഞൊരുങ്ങി നടന്നാലും, പ്രിയ സഹോദര സഹോദരി, പ്രിയ കുഞ്ഞെ മാതാവേ, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശൂന്യത ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യമില്ല. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യം വരണമെങ്കിൽ നിങ്ങൾ യേശുവിനോട് പറയും, യേശു കർത്താവേ, അങ്ങനെ ഹൃദയത്തിൽ രാജാവായി വാഴണമേ. ആ യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ രാജാവായി വാണാൽ അദ്ദേഹം നിങ്ങളെ ഭരിക്കും. പിന്നീട് നിങ്ങളുടെ സകല നിയന്ത്രണവും ആ യേശു കർത്താവ് ഏറ്റെടുക്കും. നിങ്ങളുടെ ജീവിതത്തിന് സ്വസ്ഥത തരും, നിങ്ങളുടെ ജീവിതത്തിന് സമാധാനം തരും. നിങ്ങളുടെ രോഗത്തെ യേശു കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കും. നിങ്ങളുടെ നിരാശകളെ യേശു കർത്താവ് പൂർണ്ണമായി മാറ്റും. അതിനൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളിൽ പലരും, എന്റെ കൂടെയുള്ള യൗവനക്കാരായ കുഞ്ഞുങ്ങൾ, മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് അസ്വസ്ഥ ഹൃദയരായി സമാധാനമില്ലാതെ അലഞ്ഞവരാണ്. എന്നാൽ ഇതുപോലെയുള്ള കവലപ്രസംഗങ്ങൾ മുഖേന യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേണ്ടി അവർ ഹൃദയം കൊടുത്തപ്പോൾ ആ യേശു കർത്താവിടെ ഹൃദയത്തിൽ രാജാവായി വാണു. അവർക്ക് സ്വസ്ഥത കൊടുത്തു, അവർക്ക് സമാധാനം കൊടുത്തു. അവർ മദ്യപാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു, അവർ വെറുക്കൂത്തുകളിൽ നിന്ന് പിന്തിരിഞ്ഞു. ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരുന്ന അനേക പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള പൈശാചികമായ പ്രവണതയിൽ നിന്ന് പിന്തിരിഞ്ഞു. അതിന് കാരണം
യേശുക്രിസ്തു അവരുടെ ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ്. നമുക്കറിയാം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. സ്വന്തം പിഞ്ചോമന മക്കളെ കൊല ചെയ്തിട്ട് മരിക്കുന്ന എത്രയോ പിതാക്കന്മാർ ഈ ഭൂമിയിലുണ്ട്. ദിവസത്തോറും പ്രഭാതത്തിൽ ചൂട് കാപ്പി ഊതി കുടിച്ചുകൊണ്ട് പത്രം വായിക്കുന്ന ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെ പത്രം വായിക്കുന്ന സമയത്ത് വിറയലാർന്ന കൈകളോടുകൂടി അല്ലാതെ ഒരു ദിവസം പോലും നമുക്ക് പത്രം മടക്കി വെക്കാൻ കഴിയത്തില്ല. കാരണം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന നിരവധി സംഭവങ്ങളാണല്ലോ നാം പത്രദ്വാര കേൾക്കുന്നത്. 5 വയസ്സുള്ള പിഞ്ചോമന കുഞ്ഞിനും 85 വയസ്സുള്ള പ്രായം ചെന്ന അമ്മച്ചിക്ക് പോലും സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുവാൻ വയ്യാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകിയാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമായിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സ്വസ്ഥതയുള്ള ജീവിതം തരുവാൻ, സമാധാനമുള്ള ജീവിതം തരുവാൻ യേശുക്രിസ്തുവിനെ കഴിയും. വിശുദ്ധ ബൈബിൾ പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. ഇത് സമാധാനത്തിന്റെ നാമമാണ്, ഇത് സ്നേഹത്തിന്റെ നാമമാണ്, ഇത് സ്വസ്ഥതയുടെ നാമമാണ്. നിങ്ങളെല്ലാം പത്രം മുഖേന വായിച്ചതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒറീസയിൽ ഒരു കത്താവിന്റെ ദാസനെയും 2 പിഞ്ചോമന മക്കളെയും ജീപ്പിന്റെ ഉള്ളിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യ അതെല്ലാം ക്ഷമിച്ചതായി, അവരെ വെറുതെ വിടൂ, ഞാൻ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിബദ്ധയാണ്, അതുകൊണ്ട് ഞാൻ അവരോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ അതെ ആ സ്ത്രീയുടെ സ്നേഹം അവർക്ക് എവിടുന്ന് കിട്ടി? അവിടെ ഹൃദയത്തിൽ യേശുക്രിസ്തു വാണതുകൊണ്ട്. യേശുക്രിസ്തുവിന്റെ സ്നേഹം നരഭോജികളെ നരസ്നേഹികളാക്കി തീർക്കുന്നു. അശുദ്ധനായ ഒരു മനുഷ്യനെ വിശുദ്ധനാക്കി തീർക്കുന്നു. അജ്ഞാനിയായ ഒരു മനുഷ്യനെ ജ്ഞാനിയാക്കി തീർക്കുന്നു. അതാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിക്കണം. ഈ വേദപുസ്തകം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രം ഗ്രന്ഥമല്ല. പിന്നെയോ ഭൂലോകത്തിലുള്ള സകല മനുഷ്യർക്കും വായിച്ച് അതിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയും. ഒരു യുവാവിനും യുവതിക്കും, ഒരു ബാലനും ഒരു വൃദ്ധനും, ഒരു ജ്ഞാനിക്കും ഒരു അജ്ഞാനിക്കും, ലോകത്തിന്റെ ഏത് തുറകളിൽ ജീവിക്കുന്ന വ്യക്തികൾക്കും വായിച്ചാൽ വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിലാണ് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ വേദനയോടുകൂടെ ആ ബൈബിൾ തുറന്നൊന്ന് വായിക്കൂ. അതിനുള്ള വചനത്തിന് ജീവനുള്ളതായി നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇനി വായിക്കുള്ള ഏത് വാണിനേക്കാളും മൂർച്ചയേറിയതും, അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിരിക്കുമ്പോൾ തുളച്ചിരുന്നതും ഹൃദയത്തിന്റെ ഭാവങ്ങളെയും ചിന്തകളെയും വിവേചിക്കുവാൻ കഴിയുന്നതുമാണ് ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനത്തിന് ഇന്നും നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ഈ ദേശ നിവാസികളായ ഞങ്ങളുടെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കൂ. യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിക്കൂ. അതിൽ നിങ്ങളുടെ ആത്മാവിനെ നിത്യതയെ കൊണ്ടെത്തിക്കുന്ന ദൈവിക സന്ദേശങ്ങളുണ്ട്. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തു നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ പിതാവായ ദൈവം അധികാരം കൊടുത്തു. അതിന് നിങ്ങൾ വളരെ ദൂരെ യാത്ര ചെയ്ത് എങ്ങും പോകണ്ട. നിങ്ങൾ നേർച്ച കാഴ്ചകൾ കൊടുക്കണ്ട. നിങ്ങൾ പണങ്ങൾ അർപ്പണങ്ങൾ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. പിന്നെയോ നിങ്ങളുടെ ഹൃദയം യേശു കർത്താവിനോട് തുറന്നു കൊടുത്തു. ബൈബിൾ പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ നിന്ന് മുട്ടുന്നു. മകനെ, മകളെ, നിന്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്നിൽ വാസം ചെയ്തിട്ട് നിന്റെ ജീവിതത്തിലെ സകല ദുശ്ശീലങ്ങളും മാറ്റി, സകല രോഗങ്ങളെയും സൗഖ്യമാക്കി, സകല പാപങ്ങളെയും നിന്നിൽ നിന്ന് മാറ്റി, സകല ശാപങ്ങളെയും നിന്നിൽ നിന്ന് മാറ്റി നിന്നെ എന്റെ പ്രിയ മകനാക്കുവാൻ, മകളാക്കുവാൻ ആഗ്രഹിക്കുന്നു. പിന്നെയോ നീ മരിച്ചു മണ്ണോട് മണ്ണ് ചേരുമ്പോൾ നിന്റെ ആത്മാവിനെ അനന്തതയുടെ തീരത്ത് കൊണ്ട് എത്തിക്കുവാൻ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ഒരു പ്രയോജനമില്ല. ഒരുപക്ഷെ ഈ ദേശത്തെ വലിയ ധനവാനായിരിക്കാം താങ്കൾ, അല്ലെങ്കിൽ ഈ ദേശം മുഴുവൻ നിങ്ങൾക്ക് സ്വാധീനമുള്ള ആളായിരിക്കാം. എന്നാലും പ്രിയ സ്നേഹിത, നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ട് നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവ് നിത്യ നരകത്തിൽ പോയാൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ജീവനെ, നിങ്ങളുടെ ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ള യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് ആ യേശുക്രിസ്തുവിന്റെ പ്രിയ മകനും മകളുമായി തീർന്ന് സ്വസ്ഥതയും സമാധാനവും ശാന്തിയുള്ള ഒരു ജീവിതം നയിച്ച്
നിത്യതയിൽ എത്തിച്ചേരുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നാളുകളും ഈ ദേശത്ത് സ്വസ്ഥത ഉണ്ടാകുവാൻ, ഈ ദേശത്ത് സമാധാനം ഉണ്ടാകുവാൻ, ഈ ദേശത്തുള്ള ഓരോ പ്രിയപ്പെട്ടവരും യേശുക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ഈ ദേശത്തുള്ള കുഞ്ഞുങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാതാപിതാക്കൾക്ക്, അല്ലെ കുടുംബങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, ചാച്ചക്കാർക്ക് ഒരു അനുഗ്രഹമുള്ള മക്കളായി തീരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കുമാറാകട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം സശ്രദ്ധ ഞങ്ങളെ കേട്ട നിങ്ങളോട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും യേശുക്രിസ്തുവിന്റെ കരം വെച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.